ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാനായിട്ട് പോകുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷാണ്. കടലയും അതുപോലെ തന്നെ ബീട്രൂട്ടും കൂടി ചേർന്നിട്ട് ഒരു മെഴുക്ക് പുരട്ടിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ ഈ ഒരു റെസിപ്പി കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ഈ കറി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഗ്ലാസ് കടല തലേദിവസം തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കടല നമ്മൾ എടുത്തിട്ടുണ്ട്, കഴുകി നല്ല വൃത്തിയാക്കി എടുക്കുക. അതിന് ശേഷം നമുക്കിത് കുക്കറിലിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. കടല വേവുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ കടല നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ചൂടായതിന് ശേഷം നമുക്കിതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു സവാള ചെറുതായി കട്ട് ചെയ്തിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് 2-3 അല്ലി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഉള്ളി വെളുത്തുള്ളിയൊക്കെ നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ഉള്ളി വെളുത്തുള്ളിയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ 1 ടീസ്പൂൺ മുളക് പൊടിയും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ പൊടികളും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇപ്പം നമ്മുടെ പൊടികളെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടല ആ വെള്ളത്തോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ബീട്രൂട്ട് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. കടല വേവിക്കുന്ന സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ബീട്രൂട്ടിലോട്ടുള്ള ഉപ്പ് ഞാൻ അല്പം ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് കടലയായിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതുപോലെ നമുക്ക് അല്പനേരം ഒന്ന് വേവിച്ചെടുക്കാം. നമുക്ക് കടല മാത്രമാണ് വെന്ത് കിട്ടിയിട്ടുള്ളൂ, ബീട്രൂട്ട് വേവാനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബീട്രൂട്ടും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ബീട്രൂട്ട് കടലയൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ടേസ്റ്റുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. നിങ്ങൾ ആരും ഇങ്ങനത്തെ ഒന്ന് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡയറ്റാണ്, ഡിഷാണിത്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞ് അല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ളൊരു കറിയാണ്, വളരെ ടേസ്റ്റുള്ളതാണ്, വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ്. അപ്പം നിങ്ങളെല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് അടുത്ത അടിപൊളിയായിട്ടുള്ള മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.